കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം തിരുവനന്തപുരം പാളയത്ത് പുരോഗമിക്കുകയാണ്. വേദിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. തത്സമയം നമ്മുടെ കേരളത്തിലെ ചില വിഭാഗങ്ങൾ അത്തരത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറല്ല. കേന്ദ്ര ഗവൺമെന്റ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും വകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും ഇവിടെയുള്ള കേന്ദ്രത്തിലെ ഭരണകക്ഷി BJP അതിൻ്റെ എല്ലാം കൂടെയാണ് നിൽക്കുന്നത്. കേരളത്തിന്റെ താല്പര്യം ഒരു തരത്തിലും ഉയർത്താൻ കേന്ദ്ര ഭരണകക്ഷി എന്ന നിലക്ക് തയ്യാറല്ല. അതിന് അവരുടേതായ കാരണങ്ങൾ കാണും. ഒരു തരത്തിലുള്ള വകപോക്കൽ നടപടി കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും സ്വീകരിക്കുക. ഇവിടെ 2016 വരെ മാറി മാറി ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ് UDF. കോൺഗ്രസും മുന്നണി എന്ന നിലക്ക് UDF. നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല. മാത്രമല്ല, ഈ കാലം LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലം. ഇവിടെ നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് അവർ തുടരുന്നത്. ആ സമീപനത്തിന്റെ ഭാഗമായി നാം കണ്ടതാണ് കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളത്തെ പല രീതിയിൽ അവഗണിക്കുമ്പോൾ ആ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സമീപനങ്ങളെ പിന്താങ്ങാൻ കോൺഗ്രസും UDFും ഇവിടെ തയ്യാറായി. പാർലമെന്റിൽ അവരുടെ MP-മാര് അതേ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, ഇത്തരം പകപോക്കൽ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ എന്ന നിലയിൽ കേരളത്തെയും കേരള ഗവൺമെന്റിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണ്. ഇതിനെല്ലാം ഭാഗമായാണ് ഇത്തരമൊരു പോരാട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെയും ജനതയുടെയും അതിജീവനത്തിന്റെ പോരാട്ടമായാണ് ഇതിനെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്യത്തിന്
ഒട്ടേറെ കാര്യങ്ങളിൽ അഭിമാനം പകരുന്ന സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നാടുമാണ് കേരളം. ഇപ്പോഴും അത് അതേ രീതിയിൽ തുടരുകയുമാണ്. അപ്പോ ഭരണഘടനാപരമായി നമുക്ക് അർഹതപ്പെട്ട പലതും തട്ടിപ്പറിച്ചെടുക്കുകയാണ്. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ടതല്ല. പക്ഷേ സ്വന്തം കയ്യിൽ ഉള്ള അധികാരം അത് അമിതാധികാരമാണ് എന്ന് ധരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ തീർത്തും വിവേചനപരമായാണ് നമ്മുടെ അവകാശങ്ങൾ കവരുന്നത്, പിടിച്ചു പറിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ ഇറങ്ങാൻ നാം നിർബന്ധിതമാകുന്നത്.